ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ലോകത്ത് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന കുട്ടികളുടെ ഗെയിമുകളിൽ ഒന്നാണ് സ്നേക്ക് ആൻഡ് ലാഡർ എന്ന പാമ്പും കോണിയും. ഇതിൻ്റെ ഉത്ഭവം ഇന്ത്യയിലാണെന്നാണ് ചരിത്രകാരന്മാർ അവകാശപ്പെടുന്നത്. ഹൈന്ദവ വിശ്വാസത്തിലെ മോക്ഷത്തിലേക്കുള്ള യാത്രയുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന മോക്ഷപടം എന്ന ചിന്തയിൽ നിന്നാണ് പാമ്പും കോണിയും ഉത്ഭവിച്ചത്. ചെയ്യുന്ന കർമ്മങ്ങൾക്കനുസരിച്ച് ജീവിതത്തിൽ അവയുടെ ഫലം ലഭിക്കുമെന്ന വിശ്വാസമാണ് ഈ വിനോദത്തിന്റെ അടിസ്ഥാനം. എന്തായാലും മനുഷ്യ ജീവിതവുമായി ഇത്രയേറെ അടുത്തു നിൽക്കുന്ന മറ്റൊരു വിനോദമുണ്ടോ എന്നത് സംശയമാണ്. 100 കള്ളികളുള്ള ഒരു ബോർഡിൽ ഒന്നിൽ ആരംഭിച്ച് 100-ലെത്തുന്നയാൾ വിജയിക്കുന്ന ഗെയിമിൽ പെട്ടെന്ന് 100-ലേക്ക് എത്താനുള്ള കോണികളും, എന്നാൽ 90-കളിൽ നിന്ന് വളരെ വേഗത്തിൽ കളിക്കാരനെ ആദ്യ 10-ലെത്തിക്കുന്ന പാമ്പുകളും നിറഞ്ഞ ബോർഡ് മനുഷ്യ ജീവിതത്തിന്റെ പ്രതിഫലനമാണ്. ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുന്നു എന്ന് പറഞ്ഞ് നിരാശയിലേക്ക് പോകുന്ന ഓരോരുത്തർക്കും മുന്നിലെത്താൻ എവിടെയെങ്കിലുമൊക്കെ ചില കോണിപ്പടികൾ ഉണ്ടാകുമെന്ന തിരിച്ചറിവ് ഈ വിനോദം പങ്കുവയ്ക്കുന്നു. അതേപോലെ തന്നെ വിജയത്തിനടുത്തെത്തുമ്പോഴേക്കും അഹങ്കരിക്കുന്നവർക്കും പിന്നാലെ വരുന്നവരെ പരിഹസിച്ചും ചവിട്ടിത്താഴ്ത്തിയും മുന്നോട്ടു പോകുന്നവർക്കും മുമ്പിൽ ഒരു കെണിയുണ്ടെന്നും എപ്പോൾ വേണമെങ്കിലും തുടങ്ങിയിടത്തേക്ക് മടങ്ങേണ്ടി വരുമെന്നും ബോർഡിലെ പാമ്പുകൾ ഓർമ്മിപ്പിക്കുന്നു. പൂന്താനത്തിന്റെ വരികൾ മനസ്സിൽ നിന്നും മായാതെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ, മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ. എന്തെങ്കിലുമൊക്കെ ആയി എന്നൊരു തോന്നൽ ജീവിതത്തിൽ വരുമ്പോൾ ദൈവം നമ്മെ അങ്ങനെ ആക്കി തീർത്തതാണെന്ന ബോധ്യമില്ലെങ്കിൽ വീണുപോയാൽ അതേ ദൈവത്തിന്റെ അടുക്കിലേക്ക് തന്നെ തിരികെ വരേണ്ടി വരുമെന്ന ഓർമ്മയുണ്ടാകണം. മറിയം പാടി പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുഭവമാകേണ്ടതിന് തന്നെയാകണം. തന്റെ ഭുജം കൊണ്ട് കർത്താവ് ബലം പ്രവർത്തിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചിരിക്കുന്നു. പ്രഭുക്കന്മാരെ സിംഹാസനങ്ങളിൽ നിന്നും ഇറക്കി താണവരെ ഉയർത്തിയിരിക്കുന്നു. വിശന്നിരിക്കുന്നവരെ നന്മകളെ നിറച്ചു. സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളഞ്ഞിരിക്കുന്നു. വിജയങ്ങൾ അനുഭവങ്ങളാണെന്നും പരാജയങ്ങൾ അവസരങ്ങളാണെന്നുമുള്ള തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഓരോ ജീവിതവും ഒരു പാമ്പും കോണിയും കളിയാണ്. ഉയർന്നു പോകാനും അതേപോലെ വീഴാനുമുള്ള സാധ്യതകൾ എപ്പോഴും മുന്നിലുണ്ട് എന്ന ബോധ്യത്തിൽ മുന്നോട്ടു പോകുവാൻ ഏവർക്കും ഇടയാകട്ടെ. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. യേശുവിൻ ഭാഗ്യസന്നിധിയും നീതിയിൻ വാടമൂടിയതും തന്മക്കൾക്കു സ്വർഗേ ലഭിക്കും.